ഹായ് മകളെ, +1 എത്തിയതിന് ശേഷം ഒരു പക്ഷേ നിങ്ങൾ നേരിടാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ഷാഹിദ് റംസാൻ, സൈലത്തിലെ മാത്തമാറ്റിക്സ് ഫാക്കൽറ്റിയാണ്. ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ സയൻസ് എടുക്കുന്നതിൻ്റെ മുമ്പേ ആയിട്ട് അന്വേഷിച്ചൊരു കാര്യമുണ്ട് അല്ലേ? സയൻസ് എന്ന് പറയുന്നത് ടഫാണെന്നൊക്കെ നിങ്ങൾക്ക് ആ അന്വേഷണത്തിൽ കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ എന്നാലും നമ്മൾ ആ ടഫായിട്ടുള്ള സബ്ജക്റ്റ് ചെയ്ത് ക്രാക്ക് ചെയ്യാൻ തയ്യാറാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ സയൻസ് എടുക്കുന്നത്. നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. കാരണം സയൻസിന് സാധ്യതകൾ ഏറെ തന്നെയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ +1 എത്തുന്ന സമയത്തുള്ള ഏറ്റവും ആദ്യത്തെ പ്രശ്നം വരുന്നത് നിങ്ങളുടെ സിലബസിലെ ചേഞ്ചാണ്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ കണ്ട ടെക്സ്റ്റ് ബുക്കുകളായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലാണ് +1 വരുന്ന സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ മലയാളം മീഡിയം പഠിച്ച വിദ്യാർത്ഥികൾ, ഇനിയിപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ആവട്ടെ, നിങ്ങൾ പഠിച്ചതെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇനി ഇംഗ്ലീഷിലേക്ക് മാത്രമായിട്ട് വരാൻ പോവുകയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആദ്യത്തിൽ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവാത്തൊരു പ്രശ്നം ഉണ്ടാകും. അതായത് ആദ്യത്തെ ഒരു മാസം നിങ്ങൾ +1 നിങ്ങളുടെ സ്കൂളുകളിൽ 18ാം തീയതി ക്ലാസ് തുടങ്ങി ആദ്യത്തെ ഒരു മാസം, ഒരുപക്ഷെ ട്യൂഷനൊക്കെ പോയ ആളുകൾ ഇപ്പോൾ തന്നെ ഉണ്ടാകും. അവരൊക്കെ ആദ്യത്തെ ഒരു മാസത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നത് തന്നെയാണ്. അതാണ് ഒന്നാമത്തെ പണി. ഇതിനൊക്കെയുള്ള പരിഹാരം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി രണ്ടാമത്തെ പണി എന്തെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഇന്നേ വരെ യൂണിറ്റ് ടെസ്റ്റുകൾക്കൊന്നും പരാജയപ്പെടാത്ത, യൂണിറ്റ് ടെസ്റ്റുകൾക്ക് എപ്പോഴും ഫുൾ മാർക്ക് വാങ്ങുന്ന ആളുകൾക്കൊക്കെ ഇനി വരാൻ പോകുന്ന യൂണിറ്റ് ടെസ്റ്റുകളിലൊക്കെ മാർക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. അതാണ് രണ്ടാമത്തെ പണി. അങ്ങനെ ഒരുപാട് എപ്പോഴും കുറയുന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അതിനുള്ള സാധ്യതകളുണ്ട്. അതാണ് രണ്ടാമത്തെ പണി. മൂന്നാമത്തെ പണി ശരിക്കും നിങ്ങളുടേതാണ്. അതായത് അതൊരു പണി ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനുള്ള പരിഹാരം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം, സയൻസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, പൊതുവേ നമ്മളെല്ലാവരും പറയാറുള്ളത് ഹ്യൂമാനിറ്റീസാണ് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത്, കൊമേഴ്സ് കുറച്ചൊരു ടഫ് ഉണ്ടാവും, സയൻസ് ആണ് നന്നായിട്ട് പഠിക്കാനുള്ളതൊക്കെ പൊതുവേ നമ്മൾ പറയാറുണ്ട്. എങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഫുൾ മാർക്കും ഫുൾ A+ഉം കിട്ടുള്ളൂ. എന്നാലും ഇതിനിടയിലുള്ള ചെറിയൊരു കണക്ക് പറയുകയാണ്. ഏതൊരു റിസൾട്ട് എടുക്കുന്ന സമയത്തും, +1 +2 റിസൾട്ട് എടുക്കുന്ന സമയത്തും ഏറ്റവും കൂടുതൽ കുട്ടികൾ തോൽക്കുന്നത് സയൻസിലോ കൊമേഴ്സിലോ അല്ല, അത് ഹ്യൂമാനിറ്റീസിലാണ്. അതിനുശേഷം കുട്ടികൾ തോൽക്കുന്നത് കൊമേഴ്സിലാണ്. ഏറ്റവും കുറവ് കുട്ടികൾ തോൽക്കുന്നത് സയൻസിലാണ്. ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് സയൻസ് ആയിട്ട് പോലും എന്തുകൊണ്ടാണ് ഏറ്റവും കുറവ് കുട്ടികൾ സയൻസ് തോൽക്കുന്നത് എന്ന് വെച്ചാൽ, കാരണം പഠിക്കാൻ അത്രയധികം ആത്മാർത്ഥതയോടെ പഠിക്കുമെന്ന് ഉറപ്പുള്ള രീതിയിലുള്ള കുട്ടികളാണ് കൂടുതലും സയൻസ് ചൂസ് ചെയ്യാറുള്ളത്. അതായത് ഒരു സാധ്യത, എനിക്ക് മാത്സ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ തോറ്റുപോകുന്ന ഭയമുള്ള ആളുകളൊന്നും തന്നെ സയൻസ് എടുക്കാറില്ല. അതുകൊണ്ട് അതിൽ കൂടുതൽ ആളുകൾ പഠനത്തിൽ കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും കൊടുക്കുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, വേർതിരിക്കുകയല്ല. എന്നാൽ ഇവിടെ പറയുന്ന കാര്യം അതാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സയൻസ് എടുത്തത് കൊണ്ട് നിങ്ങൾ ജയിക്കില്ല. പകരം എന്ത് ചെയ്യണം? പഠിക്കണം. മറ്റുള്ള കുട്ടികളൊക്കെ ആദ്യം മുതലേ പഠിച്ചത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഫുൾ മാർക്കും ഫുൾ A+കളൊക്കെ കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടികൾ സയൻസിൽ നിന്നാണ് വരാറുള്ളത്. അത് ഞാൻ ഓർമ്മിപ്പിക്കണം. ഏറ്റവും കൂടുതൽ ഫുൾ A+ ഉള്ള കുട്ടികളും സയൻസിൽ നിന്നാണ് വരാറുള്ളത്. അവരൊക്കെ അങ്ങനെ വാങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയധികം അവർ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നുണ്ട്. നമുക്കറിയാം, സൈലത്തിൻ്റെ അഗ്നി ബാച്ച്, സൈലത്തിൻ്റെ കിങ്സ് 11 ബാച്ച് രണ്ടും നിങ്ങൾക്ക് അത്രയും അടിപൊളിയാണ്. അഗ്നി ബാച്ചിലേക്ക് ചേരുന്ന സമയത്ത് ഞങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ അവിടെ ഡയറക്റ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് സൈലത്തിൻ്റെ അഗ്നി ബാച്ച് ചൂസ് ചെയ്യാം, അവിടേക്ക് വരാം. അത്രയും വളരെ കുറഞ്ഞ ഫീസ് മാത്രമാണ് നിങ്ങൾക്ക് അഗ്നി ബാച്ചിലുള്ളത്. വെറും 5000 രൂപക്ക് ഒരു വർഷത്തെ മുഴുവൻ കാര്യങ്ങൾ, ബോർഡ് എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിനുവേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ സൈലത്തിൻ്റെ അഗ്നി ബാച്ച് ജോയിൻ ചെയ്ത് എല്ലാ ദിവസവും നിങ്ങൾ ക്ലാസ് കാണുകയാണെങ്കിൽ 100% ഞങ്ങൾ ഉറപ്പായിരുന്നു നിങ്ങൾക്ക് ഫുൾ ഔട്ട് ഓഫ് ഫുൾ മാർക്ക് തന്നെയായിരിക്കും. സോ എല്ലാ വിദ്യാർത്ഥികൾക്കും +1 സയൻസ് എടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അയച്ചു കൊടുക്കുക. അഗ്നി ബാച്ച് ജോയിൻ ചെയ്യാൻ പറയുക. താഴെ നമ്പറിൽ വിളിച്ചാൽ മതി. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, സൈലന്റ് ലേണിംഗ്. ബൈ.